നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തിലെ സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങളും അവതാരകരും എല്ലാം ഡൽഹിയിൽ നടക്കുന്ന പാറ്റാ സമരം എന്ന സമരാഭാസത്തെ പിന്തുണച്ചുകൊണ്ടും അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലും ഒക്കെ പല സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അത് മമ്മൂട്ടിയാകട്ടെ, മഞ്ജു വാര്യരാകട്ടെ, രഞ്ജിനി ഹരിദാസ് ആകട്ടെ, മറ്റ് അനാമത്തുകളാകട്ടെ. അനാമത്തുകളെന്ന് വിളിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മമ്മൂട്ടിയുടെ പോലും പ്രതികരണം ഒരു ചലനവും ഉണ്ടാക്കില്ല, കേരളത്തിലുണ്ടാക്കും. ഇപ്പോൾ റാപ്പർ വേടനും കൂടി വന്നിട്ടുണ്ട്. മമ്മൂട്ടിക്കൊക്കെ ഒരുമിച്ച് ഒരേ തരത്തിൽ ഞാനും റാപ്പർ വേടനും ഡൽഹിയിലെ സമരത്തെ അനുകൂലിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമായിട്ട് മാറുന്നൊരു കാലഘട്ടമാണ് പോകുന്നത്. റാപ്പർ വേടൻ്റെ നിറത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നൊരു ആരോപണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരോപിച്ചോളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ പറയുന്നത് റാപ്പർ വേടൻ റേപ്പർ വേടനാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റാരോപണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നൊരു സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു 10 വർഷങ്ങളോളം, അല്ലെങ്കിൽ നമ്മെ ഭരിച്ചിരുന്നു 10 വർഷങ്ങളോളം. ഇപ്പോഴത്തെ സർക്കാരിന് റാപ്പർ വേടനോടുള്ള മനോഭാവം എന്താണെന്ന് ഇതുവരെ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടില്ല. വ്യക്തമാക്കുമായിരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുമായിരിക്കും. എന്തായാലും റാപ്പർ വേടൻ ഇന്ന് നടത്തിയ ഈ പാറ്റാ പ്രതികരണത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസുകാർ. അതിലും പക്ഷേ റാപ്പർ വേടൻ്റെ മാനേജർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 90 ആളുകൾക്കെതിരെയുമാണ് കേസ്. റാപ്പർ വേടൻ്റെ പേര് ഈ കേസിലില്ല. ഇനി വരുമായിരിക്കും, അല്ലെങ്കിൽ വരില്ലായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങൾക്ക് നടത്തിയ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിനെതിരെ പലരും പല രീതിയിൽ ട്രോളുകളുമൊക്കെ ഇറക്കി തുടങ്ങിയപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു, വിസ്മയ മോഹൻലാൽ പാറ്റകളെ അനുകൂലിച്ചതിൻ്റെ പിന്നാലെ സംഘപരിവാറുകാർ അവരെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, മോഹൻലാലിൻ്റെ പേജിൽ പോലും അവർ അഴിഞ്ഞാടുകയാണ് തുടങ്ങിയ വികാരനിർഭരമായിട്ടുള്ള പല വാർത്താ സെഗ്മെൻറ്റുകളും നാം കണ്ടതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവതാരകയും നടിയുമായ പേളി മാണി എന്തായാലും മമ്മൂട്ടിയുടെ അത്ര പ്രശസ്തയൊന്നുമല്ല, റാപ്പർ വേടൻ്റെ അത്ര ഒരു കുൽസിത പ്രവർത്തികളൊന്നും അവർ ചെയ്തിട്ടുമില്ല. അവർ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്. ഒപ്പം വലിയ വിവാദങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ ജീവിക്കുന്നൊരു വ്യക്തിയുമാണ്. ഈ കഴിഞ്ഞ ദിവസം പേളി മാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. I am Pearly Mani and yes, my favorite color is saffron. I think I love it most on our Indian flag. ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ചിത്രവും നൽകി. അപ്പോൾ അതിനെ തുടർന്ന് അവർക്ക് നേരെ ഉണ്ടായ അസഭ്യവർഷം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമാണ്. അതിനും അപ്പുറത്തേക്ക് സിബി മലയിലിൻ്റെ മകൻ ജോ മലയിൽ ഏതോ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അവിടെ പോയി പേളി മാണിയോട് അതും ഇതും പറഞ്ഞ് പേളി മാണി അവസാനം ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് അയാളെ വിളിച്ചു. അതായത് പരാജയപ്പെട്ടൊരു സംവിധായകൻ എന്നുള്ളത്. ജോ മലയിൽ നേരെ അത് കൊണ്ടു. കാരണം പരാജയപ്പെട്ടൊരു സംവിധായകൻ തന്നെയാണ്. സിബി മലയിലിൻ്റെ മകനാണെന്ന് പറഞ്ഞ് ജനത്തിന് അയാൾ എടുക്കുന്ന എന്ത് ചവറും കണ്ട് വിജയിപ്പിച്ചു കൊടുക്കേണ്ട യാതൊരു ബാധ്യതയുമില്ലല്ലോ. ഉടനെ തന്നെ ജോ മലയിൽ അത് നേരെ തിരിച്ചു വയ്ക്കാനൊരു ശ്രമം നടത്തി. അയാൾ പറയുന്നത് ഇപ്പോൾ പേളി മാണി ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിച്ചത് സിബി മലയിലിനെയാണ്. ആ ഫെയിൽഡ് ഡയറക്ടർ മകനെ നല്ല നട്ടലുള്ളവനായാണ് വളർത്തിയത്, നിങ്ങളെപ്പോലെ സ്പൈൻലെസ് ആയിട്ടല്ല, നിങ്ങളുടെ അച്ഛനെ പോലെ എന്ന് പറഞ്ഞ് പേളി മാണിയുടെ അച്ഛനെ ആക്ഷേപിക്കുവാനാണ് ശ്രമിച്ചത്. പേളി മാണി ജോ മലയിലിനെയാണ് ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലാണ് ഇവരുടെ ഈ ഒരു ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും ആഖ്യാനങ്ങളുടെ ഒരു ഗതി ഇവർ നിയന്ത്രിക്കുന്നതും. ഈ വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം വിസ്മയ മോഹൻലാലും പേളി മാണിയും തമ്മിലുള്ള വ്യത്യാസം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആന്തോളൻ ജീവികൾക്കും ജിഹാദികൾക്കും എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ്. വിസ്മയ മോഹൻലാൽ പാറ്റാ സമരത്തിന്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ജിഹാദി ഇടത് ആവാസ വ്യവസ്ഥയും മനോഹരമെന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യത്തിന് എതിരെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേളി മാണിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുക. അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവർക്കെതിരെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ എതിരെ അഭിപ്രായം പറയുന്നവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കഴുത്തിൽ തന്നെ കത്തിവയ്ക്കുവാൻ പരമാവധി ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ കാലം മാറിയതുകൊണ്ട് ഇത്തരത്തിൽ റിപ്പോർട്ടർ ടി.വിയിലെ അരുൺകുമാറോ വിനു വി ജോണോ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനോ ആരൊക്കെ എത്രയൊക്കെ വെള്ളപൂശുവാനോ അല്ലെങ്കിൽ വിസ്മയ മോഹൻലാലിനെതിരെ അഭിപ്രായം പറയുന്നവരെ സംഘപരിവാറുകാരാക്കുവാൻ ശ്രമിച്ചാലോ, ഏതെങ്കിലും ഒരാൾ പറയുന്ന കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കും ഒരു പരിഹാസങ്ങൾക്കും ഇടയിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന അസഭ്യം മാത്രം
എടുത്തു കാണിച്ചുകൊണ്ട് എല്ലാവരും അസഭ്യമാണ് പറയുന്നതെന്നുള്ള രീതിയിലുള്ളൊരു ആഖ്യാനം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാലോ ഇപ്പോഴുള്ള ആളുകൾ പിന്മാറില്ല. സാമൂഹ്യ മാധ്യമം എന്നുള്ളത് കൃത്യമായിട്ടൊരു നവമാധ്യമമായി ഉപയോഗിക്കുവാൻ അറിയാവുന്ന നിരവധി ആളുകൾ ഇപ്പോൾ രാജ്യസ്നേഹികളുടെ പക്ഷത്തുണ്ട്. കുറച്ചു കാലം മുമ്പ് അതല്ലായിരുന്നു അവസ്ഥ. ഏത് കാര്യത്തിനാണെങ്കിലും കൃത്യമായി വ്യാജയാഖ്യാനങ്ങളെ യഥാസമയം പൊളിച്ചു കാട്ടുവാനും അതിനെ തുറന്നു കാട്ടുവാനും അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാനും കഴിവുള്ളവർ, അതിന് തയ്യാറുള്ളവർ, ഭയമില്ലാത്തവർ നിരവധിയുണ്ട്. അത്തരത്തിലുള്ളവരെ അഭിനന്ദിക്കുക മാത്രമല്ല, അത്തരത്തിലുള്ളവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് പേളി മാണിയെ പോലുള്ളവർ സധൈര്യം മുന്നോട്ട് വരുന്നത്. ഇടയ്ക്ക് അവർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നൊരു ആഖ്യാനം വന്നിരുന്നു. അവർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതല്ല, ആ പോസ്റ്റ് ഒന്നും കൂടി ശക്തമായി റീപോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഞാനൊന്ന് വായിക്കാം. റിമൈൻഡിങ് മീ ദേവർ, അതായത് അവരുടെ മക്കളെ റിമൈൻഡിങ് മീ ദാറ്റ് ഐ എം അലോൺ, want to know my girls are safe, or blackmailing me to change my state of mind. You have to first touch their mama bear for that. You are messing with the wrong person. You don't have to give me freedom of speech. I already have it and I will use it. ആ പോസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. കാരണം അതിൻ്റെ എടുത്തപ്പോൾ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കട്ടായിപ്പോയി, സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അതാണ് ഒന്ന് തപ്പിയത്. Not your usual puppet. I am Pearly Mani, and yes, my favorite color is saffron. I think I love it most on our Indian flag. അവർ വീണ്ടും കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ അത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. എന്തായാലും ഈ പ്രതിഷേധക്കാരും അവരെ അസഭ്യം പറയുവാൻ ശ്രമിച്ചവരും ഈ സിബി മലയിലിൻ്റെ പരാജിതനായ സംവിധായകനായ പുത്രൻ, പരാജിതനായ സംവിധായകൻ എന്നുള്ള യാഥാർത്ഥ്യം അയാൾക്ക് നേരെ ഒരു കണ്ണാടി പോലെ ഉയർത്തിക്കാട്ടുമ്പോൾ എൻ്റെ അച്ഛനെയാണ് പരാജിതനായ സംവിധായകനാക്കിയത് എന്ന് ആരോപിച്ചുകൊണ്ട് ആഖ്യാനം തന്നെ ഗോൾ തിരിക്കുവാനും ഗോൾ പോസ്റ്റ് മാറ്റുവാനും ശ്രമിക്കുന്ന ഒരു നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യാതൊരു സംസ്കാരവും ഇല്ലാത്തൊരു വ്യക്തി, യാതൊരു ധാർമ്മികതയും ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ, അതിനെല്ലാമെതിരെ പ്രതികരിക്കുവാൻ ഒരു പേളി മാണിയെങ്കിലും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊട്ടയരുണിനെയോ അല്ലെങ്കിൽ വിനു വി ജോണിനെയോ ഒന്നും യാതൊരു വിലയും കൊടുക്കാതെ അവർ പറയുന്ന വ്യാജ ആഖ്യാനങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന ധൈര്യമുള്ള ആളുകൾ കൂടുതൽ ഉണ്ടായി വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്. എല്ലാ കാലത്തും ഇവർ പറയുന്ന വ്യാജ ആഖ്യാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ എപ്പോഴും ഒരു മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞൊരു നിശബ്ദത പാലിച്ചിരുന്നു. ഇപ്പോൾ ആ മാന്യതയുടെ മുഖംമൂടി ബലമായി അണിയിക്കപ്പെട്ടതാണ്. ഇങ്ങനെ നിങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കാൻ പോകരുത്, അതത്ര മാന്യമായിട്ടുള്ളൊരു ഇടപാടല്ല എന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിൽ പരത്തിയിരുന്നു. ഇപ്പോൾ അവർ ആ മാന്യതയുടെ മുഖംമൂടി, ബലമായി അണിയിക്കപ്പെട്ട മുഖംമൂടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടാണ് പേളി മാണിയെ പോലുള്ളവർ മുന്നോട്ട് വരുവാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും ഈ പൊളിച്ചെഴുത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകരുത്. ഈ വ്യാജ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന ജിഹാദികളാണെങ്കിലും ഇടതാവാസ വ്യവസ്ഥയാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അവരെ കൃത്യമായി സമൂഹത്തിൻ്റെ മുൻപിൽ തുറന്നു കാട്ടുക. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, നിങ്ങൾക്കൊന്നും പറയുവാനില്ലെങ്കിൽ അസഭ്യം പറയരുത്, നിശബ്ദരായിരിക്കുക. കൃത്യമായി മറ്റുള്ളവർ പറയുന്ന ആശയങ്ങളോട്, അതായത് ഇവരുടെ ഈ വ്യാജ ആഖ്യാനങ്ങൾ എതിർക്കുന്നവർ പറയുന്ന ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തോളൂ, അത് തന്നെ പകർത്തി എഴുതിക്കോളൂ. പക്ഷേ അസഭ്യം പറയാതിരിക്കൂ. കാരണം 10 പേർ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും 9 പേർ കൃത്യമായിട്ടുള്ള പരിഹാസം നല്ലതാണ്, പരിഹസിച്ചോളൂ. പരിഹാസവും ആഖ്യാനങ്ങളെ പൊളിച്ചെഴുതുന്ന വസ്തുതകളുമായി 9 പേർ കളം നിറയുമ്പോൾ അതിനിടയിൽ ഒരാൾ വന്നൊരു അസഭ്യം പറഞ്ഞാൽ ഈ 9 പേർ പറയുന്ന കാര്യത്തിനെയും ആ അസഭ്യം കൊണ്ട് മറയ്ക്കുവാനും ഈ കള്ളന്മാരും നികൃഷ്ടജീവികളും ശ്രമിച്ചിരിക്കും. അതുതന്നെയാണ് ഈ ജോ മലയിൽ നിന്നോ എന്നുള്ള ആ ഒരു പരാജിതനായ സംവിധായകൻ സിബി മലയിലിൻ്റെ മകൻ ശ്രമിക്കുന്നത്. അതൊരു പരിച്ഛേദമാണ്, ഒരു പ്രതിഫലനം മാത്രമാണ്. സിബി മലയിലിൻ്റെ പേരിലേക്ക് ആ ഒരു
ആരോപണം അല്ലെങ്കിൽ യാഥാർത്ഥ്യം മാറ്റി സ്ഥാപിച്ചതുകൊണ്ട് എന്നെയല്ല എൻ്റെ അച്ഛനെയാണ് പറഞ്ഞത് എന്നുള്ളൊരു വ്യാജ ആഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിലൂടെ എൻ്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ, ജോ മലയിൽ ഒരു കാര്യം വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. സിബി മലയിൽ പരാജിതനായൊരു സംവിധായകനല്ല, പക്ഷേ സിബി മലയിൽ പരാജിതനായ ഒരു പിതാവാണ്. കാരണം ഒരു അല്പമെങ്കിലും ധാർമ്മിക ബോധം തൻ്റെ മകനിൽ ഉണർത്തി വളർത്തുന്നതിൽ, ആ മകനെ വളർത്തുന്നതിൽ ആ പിതാവ് പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാത്രമേ ഇക്കാര്യത്തിൽ പറയുവാനുള്ളൂ. എന്തായാലും പേളി മാണിക്ക് അഭിനന്ദനങ്ങൾ. സധൈര്യം മുന്നോട്ട് വന്ന് ഇവരോടൊക്കെ പോയിനടാ പോ, മറ്റു ഭാഷയാണ് പറയേണ്ടത് എന്നുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞതിന് പേളി മാണിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.